Praise God. Praise God. Thank God for this beautiful evening for us to be together and just worship together. ഈ മനോഹര സന്ധ്യയിൽ നമുക്ക് ഒരുമിച്ചായിരുന്നു ദൈവത്തെ ആരാധിപ്പാൻ ലഭിച്ച സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. One of the things that's crucial in our journey with God is ദൈവത്തോടുള്ള നമ്മുടെ യാത്രയിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് that experience of amazement and awe and wonder of God. ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് അത്ഭുതമായി തോന്നുന്ന ഒരു അനുഭവം പ്രാപിക്കുക എന്നുള്ളതാണ്. And so many times as we journey along, sometimes we can get to a place where we are so familiar that that sense of wonder or that sense of amazement gets lost many times. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതം സാധാരണ നിലയിൽ നാം കടന്നു പോകുന്നതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് അത്ഭുതപ്പെടാൻ തക്കവണ്ണം വഴി കാണാത്ത നിലയിലേക്കായി പോകാറുണ്ട്. And especially in today's world, where we have so many things in us that we are constantly glued to. പ്രത്യേകിച്ച് ഇന്നത്തെ കാലയളവിൽ നമ്മൾ പല കാര്യങ്ങളോടും ചേർന്ന് ഒട്ടി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ വ്യത്യസ്തത അനുഭവിക്കാൻ കഴിയില്ല. This is, I'm sure, all of our experience, especially with our digital life, our phones, our iPads, whatever it is, that we nowadays we don't have any time that we call quiet time anymore. നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കിലും അത് മാത്രമല്ല നമ്മളെല്ലാവരും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ മുഴുകിയിരിക്കുന്നത് കൊണ്ട് ശാന്തമായി ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു സ്വഭാവം നമ്മിൽ പലർക്കും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഒരു പരമാർത്ഥം. And that's a very challenging thing, I think, for many of us now to even imagine a time when we don't have anything to do is out of ordinary. It's extraordinary. നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയാണ്. ഒന്നും ചെയ്യാനില്ലാതിരിക്കുന്ന അല്പസമയം എന്നുള്ളത് നമുക്കിപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. Between the work and the demands placed on our lives and everything that we are trying to keep up with, from the news to videos that we watch and all that, our minds and our vision can be so crowded. നമ്മുടെ ജോലി അത് കഴിഞ്ഞുള്ള സമയങ്ങളിൽ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പരതി നടക്കുന്നതുകൊണ്ട് നമ്മുടെ ചിന്തകളും നമ്മുടെ ദർശനങ്ങൾക്കും എല്ലാം വളരെ വളരെ തിരക്ക് പിടിച്ചതായി പോവുകയാണ്. And my concern, and it's not just mine, this is something that Christian and secular thinkers, all of everybody is talking about, is this idea of retaining and taking time to clarify and clear out our vision. ദൈവശാസ്ത്രപരമായി മാത്രമല്ല ലോകത്തിലെ താത്വികന്മാരും പോലും പറഞ്ഞൊരു കാര്യമാണ്, ഈ ഓട്ടത്തിനിടയിൽ തിരക്കിനിടയിൽ അല്പസമയം സാവധാനം നിന്ന് നമുക്കൊന്ന് സ്വയം ശോധന ചെയ്യുവാനോ ഒന്ന് വിശ്രമിപ്പാനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളൊരു വലിയ ചലഞ്ചായിട്ട് മാറിയിരിക്കുകയാണ്. And for us who are followers of Jesus, it's an important thing for us to think about whether we are still in awe and amazed by who God is and what He has done in our lives. Is that growing in our lives, or is it stagnating in our lives? നാം ദൈവമക്കളായ നാമും നമ്മുടെ കർത്താവിനെ പിന്തുടരുന്ന ഈ യാത്രയിൽ എപ്പോഴെങ്കിലും ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് കർത്താവ് നമുക്കൊണ്ട് ചെയ്ത വൻകാര്യങ്ങളെന്ന് ഓർത്ത് എത്ര അത്ഭുതകരമായി അതിശയമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തുന്നുള്ള കാര്യങ്ങളെന്ന് ഓർക്കുവാനും അത് ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാനും നമുക്ക് സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ അത് വളരെ പരിതാപകരമായ കാര്യമാണ്. Is the cross of Jesus, and these are questions that I ask myself, and I believe it's important for all of us to think about at some point. Is the cross of Jesus still something that is gripping our hearts, that is precious to us, that is part of our ongoing story in our lives? നമ്മുടെ ഓരോരുത്തരുടെയും സംസാരിക്കുന്ന ദേവദാസനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് നമ്മളിപ്പോൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? ആ ക്രൂസിന്റെ ചിന്തകളാണോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മെ നയിക്കുന്നത് എന്നുള്ളത്. And it's something that we need to think about and we need to come back to. നാം ചിന്തിച്ച് മടങ്ങി വരേണ്ട ഒരു വസ്തുതയാണത്. Would you turn? I'm just going to read a passage. We'll read it's a bit of a long passage, but we'll read it anyway. In Matthew chapter 15, verses 29, we'll read from there to chapter 16, verse 12. Matthew, one minute. Matthew 15, verse 29 to 16, verse 12. Yeah?
Many. Amen. Amen. You see at the beginning of this passage how the crowds are reacting to the miracles of Jesus. ഈ അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്ത് എത്രമാത്രം ഈ കൂടിയിരുന്ന ജനം കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. In verse 29 and 30 we see that the blind are seeing, the crippled are walking, the deaf are hearing, and the people are amazed. മുടന്തർ നടക്കുന്നതും കുരുടർ കാണുന്നതും ഊമർ കേൾക്കുന്നതും കൂനർ നിവരുന്നതും ഒക്കെ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ കണ്ടിട്ട് ജനമൊക്കെയും ആശ്ചര്യപ്പെട്ടു എന്ന് നമ്മൾ കാണുന്നുണ്ട്. And not only are they amazed, but they are responding to it by praising God. അവർ ആശ്ചര്യപ്പെടുക മാത്രമല്ല അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. In another translation it says the crowd wondered about this. വേറൊരു ഭാഷാന്തരത്തിൽ പറഞ്ഞത് ജനം ഇതൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു എന്നാണ്. They wondered, and then that wonder led them to worship. അവരുടെ അങ്ങനെ അത്ഭുതകരമായി തോന്നിയ വസ്തുത അവരെ ആരാധനയിലേക്ക് നയിച്ചു എന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. And so this was something that was happening, and then they were spending time with Jesus. 3 days they were with Jesus. അവരെ 3 ദിവസം കർത്താവിന്റെ കൂടെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ. And Jesus had compassion on them. കർത്താവിന് അവരോട് മനസ്സലിവ് തോന്നി. And what is interesting is these healings have taken place, the 4,000 have been fed, but in the beginning of chapter 16 you see the Pharisees and the Sadducees coming and saying, show us a sign from heaven. നമുക്കറിയാം ഇവിടെ കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു, 4000 പേരെ പോഷിപ്പിച്ചു, ഇങ്ങനെ അത്ഭുതങ്ങളൊക്കെ നടത്തിയെങ്കിലും തൊട്ടടുത്ത് വായിക്കുന്നത് പരീശന്മാരടുത്ത് വന്ന് വിനയും ഒരു അടയാളം കാണിച്ചു തരണമെന്ന് പറയുകയാണ്, ആവശ്യപ്പെടുകയാണ്. And so they are not considering everything that Jesus has been doing. കർത്താവ് ഇതുവരെ ചെയ്തൊന്നും അവർ പരിഗണിക്കുന്നില്ല. The blind seeing, the deaf hearing, they're not thinking about that. കുരുടന് കാഴ്ച കിട്ടിയതോ ചെകിടന്റെ ചെവി തുറന്നോ ഒന്നും അവർ പരിഗണിക്കുന്നില്ല. Or even the feeding of the 5,000 or the 4,000. 5000 പേരെ 4000 പേരെ പോഷിപ്പിച്ചത് അവർക്ക് വിഷയമല്ല. They're saying, show us a sign from heaven. അവർ പറയുന്നു ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു അടയാളം കാണിച്ചു തരണമെന്നാണ്, ആകാശ ഒരു അടയാളം കാണിച്ചു തരണം. And
And Jesus says, no other sign will come. കർത്താവ് പറഞ്ഞ വേറൊരു അടയാളം നിങ്ങൾക്കില്ല. He's saying it is important. He says when evening comes, you say it will, you can tell the weather by looking at the sky. സന്ധ്യാസമയത്ത് ആകാശം ചുവന്ന് കണ്ടാൽ നല്ല തെളിവാകുമെന്ന് നിങ്ങൾ കാലാവസ്ഥയെ നോക്കി നിങ്ങൾക്ക് പറയുവാൻ കഴിയും. He says now there's no other sign coming. ഇതിനപ്പുറമായി വേറൊരു അടയാളം ഇപ്പോൾ നൽകുവാൻ കഴിയുകയില്ല. In other words, Jesus is saying, if you're not able to read the signs of what I've already done, കർത്താവ് പറഞ്ഞാൽ ഇതുവരെ ചെയ്ത കാര്യങ്ങളെ വെച്ചിട്ട് നിങ്ങൾക്ക് അടയാളം ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, then there is no other sign that is going to come. അതിനപ്പുറമായി വേറൊരു അടയാളം നിങ്ങൾക്കായിട്ട് ഇനി ഉണ്ടാകുകയില്ല. What is going on in Jesus' mind? കർത്താവിന്റെ മനസ്സിൽ അപ്പോൾ എന്തായിരിക്കാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? All the miracles that Jesus did, കർത്താവ് ചെയ്ത എല്ലാ അത്ഭുതങ്ങളും, everything that we're reading, നാം വായിക്കുന്ന എല്ലാ അത്ഭുതങ്ങളും, these were not just magic tricks that Jesus was doing. അത് കർത്താവ് ഒരു മാജിക്കായിട്ട് അല്ലെങ്കിൽ മന്ത്രവാദത്തിന്റെ കഴിവുകൊണ്ട് ചെയ്ത കാര്യങ്ങളൊന്നുമല്ലല്ലോ. And again, this was not just something Jesus was doing just to gather a crowd. പുരുഷാരത്തെ കൂട്ടിവരുത്താൻ വേണ്ടി കാണിക്കുന്ന എന്തെങ്കിലും ഒരു തട്ടിപ്പോളികളുമായിരുന്നില്ല അത്. No, but he was doing this specifically to help them understand what is going on, who he is, and what God is trying to do. എന്നാൽ ദൈവം അവരുടെ മധ്യ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, താൻ ആരാണ് എന്നൊക്കെ വ്യക്തമായി വെളിപ്പെടുത്തുവാൻ വേണ്ടി തന്നെയാണ് കർത്താവ് അടയാളങ്ങൾ ചെയ്തത്. The Pharisees, for example, were people very well versed in the word. ദൈവവചനം സംബന്ധിച്ച ന്യായപ്രമാണത്തിൽ വളരെ തികവുള്ളവരായിരുന്നു ഈ പരീശന്മാർ. And so they could have connected the dots between what Jesus was doing and what the scripture had been saying. ന്യായപ്രമാണത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതും കർത്താവ് ചെയ്തതുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിപ്പാൻ അവർക്ക് ധാരാളം വകയുണ്ടായിരുന്നു. For example, one of the signs that is being fulfilled here, we read it last week in Joel chapter 2 verses 24 to 26. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 26 വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതാണല്ലോ. Can we read that? യോവേൽ 2:25-26. 24 25. You see that there? Joel in that passage has been prophesying to a time when God will come and he will change things in Israel. യോവേൽ പ്രവാചകൻ പറഞ്ഞ ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയമാവുമ്പോൾ ദൈവം തന്നെ ഇറങ്ങി വന്ന ഇസ്രായേലിന്റെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. And one of the signs was that you'll have plenty to eat and you'll eat to the full. അവരടയാളം പറഞ്ഞ് നിങ്ങൾ ഭക്ഷിച്ച് തിന്ന് തൃപ്തരാകുമെന്നുള്ള കാര്യമായിരുന്നു. In fact, another sign was in verse 24. He said your vats will overflow with new wine. വേറൊരു അടയാളം എന്ന് പറഞ്ഞ് നിങ്ങളുടെ വീഞ്ഞ് ഭരണികൾ നിറഞ്ഞു കവിയുമെന്നുള്ളതാണ്. If you remember in the Gospel of John, the first miracle that John describes in John chapter 2 is the changing of water to wine. യോഹന്നാന്റെ സുവിശേഷത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ സുവിശേഷം പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ അടയാളം തന്നെ വെള്ളം വീഞ്ഞാക്കി തീർക്കുന്ന കാര്യത്തെക്കുറിച്ചാണല്ലോ. When we read that, most of the time it becomes a discussion about whether we should drink wine or not. നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ചിന്തിച്ചേക്കാം നമുക്ക് അങ്ങനെയാണെങ്കിൽ വീഞ്ഞ് കുടിക്കാമല്ലോ എന്ന്. But that was not the point of what John was trying to communicate. സുവിശേഷൻ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു അർത്ഥത്തിലല്ല യഥാർത്ഥത്തിൽ. He calls it a sign. അത് ഒരു അടയാളമായിട്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. Because one of the signs of the day of the Lord, that's described by the prophets in Joel, in Malachi, is this overflow of wine that is flowing. That wine is a symbol of life and richness and abundance that is flowing. That is God is showing up for his people. യോവേൽ മലാക്കി മുതലായ പ്രവാചകന്മാരൊക്കെ പ്രവചിച്ചിരുന്ന യഹോവയുടെ ദിവസം, ദൈവത്തിന്റെ ദിവസം എന്ന് പറയുന്നത് സമൃദ്ധിയായ കവിഞ്ഞൊഴുക്കിന്റെ അനുഭവത്തെക്കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്ന അടയാളമായിട്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. These are signs that are pointing to who Jesus is. ഇതൊക്കെ യേശുക്രിസ്തു ആരാണെന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുന്ന അടയാളങ്ങളായിട്ട് കണക്കാക്കേണ്ടതാണ്. You'll have plenty to eat until you're full. നിങ്ങൾക്ക് തൃപ്തിയാകുമെന്നും ഭക്ഷിപ്പാനുണ്ടാകുമെന്നുള്ളത്. Another passage we can read in Isaiah 35. യെശയ്യാപ്രവചനം 35-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുന്ന ഒരു ഭാഗമുണ്ട്. Verses 3 to 6. 3 മുതൽ 6 വരെ നാം വായിക്കുമ്പോൾ യെശയ്യാ 35 3 മുതൽ 6 വരെ. ും
You see that there? Again, a prophecy about what will happen when God comes and he comes to rescue his people. ദൈവം തന്റെ ജനത്തെ രക്ഷിപ്പാനായി ഇറങ്ങി വരുമ്പോൾ എന്തൊക്കെ അടയാളങ്ങൾ നടക്കുമെന്നുള്ളത് പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. To a generation that has rebelled against God and now feels like they have been rejected by God. ദൈവത്തോട് മറുതലിച്ച ഒരു തലമുറ ഇപ്പോൾ അവർ പറയുകയാണ് ഞങ്ങളെ ദൈവം വെറുത്തു എന്നുള്ളത്. And they are seeing their enemies overcome them and oppress them and conquer their land. അവരുടെ ശത്രു അവരുടെ മേൽ വന്ന് ആധിപത്യം പുലർത്തിയോടെ ദേശം പിടിച്ചടക്കി അവരെ അടിമകളാക്കി കൊണ്ടുപോയൊരു കാലത്തിലാണ് യെശയ്യാ പ്രവാചകൻ ഈ പ്രവചനം പ്രവചിക്കുന്നത്. To that kind of a generation, God says, do not fear, he will come and save you. ആ ഒരു തലമുറയിൽ ആ ഒരു സാഹചര്യത്തിൽ യഹോവ ദൈവം പറയുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളെ രക്ഷിപ്പാനും വിടുവിപ്പാനുമായിട്ട് ഞാൻ ഇറങ്ങി വരുമെന്ന്. And he says on that day the eyes of the blind will see, the lame will walk, and the deaf will hear again. ആ നാളിൽ ഞാൻ നിങ്ങളെ രക്ഷിപ്പാനായി ഇറങ്ങി വരുന്ന നാളിൽ കുരുടന്മാർ കാണുകയും മുടന്തർ നടക്കുകയും ചെകിടർ കേൾക്കുകയും ചെയ്യുമെന്ന് പ്രവാചകൻ അരുളിച്ചെയ്യുകയാണ്. So that's the sign. അതൊരടയാളമായിട്ട് അവർക്ക് കൊടുത്തിരുന്നതാണ്. The sign that will show that this is the coming of the Lord. അടയാളം എന്ന് പറഞ്ഞ ഇതൊക്കെ കാണുമ്പോൾ ഓർത്തുകൊള്ളണം ഇത് ദൈവത്തിന്റെ ദിവസമാണ്, ദൈവം നിങ്ങളുടെ മധ്യേ വന്നിരിക്കുന്നു എന്നുള്ള അടയാളമായിട്ടാണ്. But what was happening when Jesus was doing all of this? എന്നാൽ കർത്താവ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചത്? People were not able to discern the signs. അടയാളങ്ങളെ വിവേചിപ്പാൻ മനുഷ്യർക്ക് കഴിഞ്ഞില്ല. They wanted another sign from heaven. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് ആകാശത്ത് വേറെ അടയാളം അവർ ചോദിക്കുകയാണ്. In fact, Jesus struggled with this. കർത്താവ് ഇത് രണ്ടിനും ഇടയിൽപ്പെട്ട് ഞെരുങ്ങുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയും. In this passage you see about he's even asking his disciples, don't you understand about all of these things? ഇവിടെ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരോട് പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ ഗ്രഹിക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. He says be careful of the yeast of the Pharisees. കർത്താവ് പറയുകയാണ് ഈ പരീശന്മാരുടെ പുളിച്ച മാവ് നിങ്ങൾ സൂക്ഷിക്കണം. He says what is this yeast? എന്താണ് ഈ പുളിച്ച മാവ് എന്ന് പറയുന്നത്? He says they're constantly asking God to do something to prove himself. അതെന്ന് പറയുന്നത് കൂടെ ദൈവത്തോട് സ്ഥിരമായിട്ട് ചോദിക്കുകയാണ്, ദൈവമേ നീ ദൈവമാണെന്ന് പിന്നെയും ഞങ്ങൾക്ക് തെളിയിച്ചു തരണമേ. In another passage Jesus says that what shall I compare this generation to? അതുകൊണ്ട് തന്നെ കർത്താവ് ഒരു ഭാഗത്ത് ഞാൻ ഈ തലമുറ എന്തിനോട് ഉപമിക്കട്ടെ എന്ന് ചോദിക്കുന്നു. They're like little children calling out to one another. അവർ നമുക്കറിയാമല്ലോ വീതിയിൽ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളോട് സമമാണ് അവർ. So we played the flute but you did not dance. ഞങ്ങൾ കുഴലൂതി എന്നാൽ നിങ്ങൾ നൃത്തം ചെയ്തില്ല എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളോട് തുല്യമെന്ന് പറയുന്നുണ്ട്. We sang a sad song but you didn't cry. ഞങ്ങൾ ഒരു പാട്ട് പാടി എന്നാൽ നിങ്ങൾ കരഞ്ഞില്ല വിലാപം ചെയ്തില്ല എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളോട്. That's the kind of generation that is trying to play a tune and wanting God to dance according to our tune. അങ്ങനെ ഒരു തലമുറയാണ് ഞങ്ങൾ ഒരു പാട്ട് പാടുന്നു, ആ പാട്ടിനനുസരിച്ച് അതിന് താളത്തിനൊത്ത് തുള്ളുന്ന ഒരു ദൈവത്തെ പ്രതീക്ഷിക്കുന്ന തലമുറ. And because we're always trying to we always want God to do what we want him to do in the way that we want him to do it, we're not able to recognize the signs of what God is actually doing in the world. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കാര്യങ്ങൾ നമ്മൾ നിശ്ചയിക്കുന്ന പോലെ നമ്മൾ തീരുമാനിക്കുന്ന പോലെ ദൈവം ചെയ്തു തരണമെന്ന് തീരുമാനിക്കുന്ന സ്വഭാവം നമുക്കുണ്ട്. എന്നാൽ ദൈവം തന്നെ മനസ്സിലാക്കുവാൻ തക്കൊണ്ട് നൽകിയിരിക്കുന്ന അടയാളങ്ങളെ ഗ്രഹിപ്പാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. Is that right? How many of us have tried to teach little children something? We have a 4-year-old in the house. He knows everything. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അവരത് പഠിപ്പിക്കണം. നമ്മുടെ 4 വയസ്സിലെ കുഞ്ഞാണെങ്കിൽ എല്ലാം അറിയാമെന്നാണ് അവന്റെ ഭാവം. Right? You tell him how to mix something. I know how to do it. എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അതെല്ലാം അവർക്ക് അറിയാമെന്ന് അവർ പറയും. And so he'll take the spoon, he'll take the thing, and he'll try to mix, and everything will spill over, and then we'll have to tell him, no, I'll show you how to do it. നമുക്കറിയാമല്ലോ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പണിയാൻ അറിഞ്ഞുകഴിഞ്ഞാൽ ആകെപ്പാടെ പരിതാപകരമായിരിക്കും, പിന്നീട് അവനെ നമ്മൾ പഠിപ്പിക്കേണ്ടി വരും. Right? But that's how many times we are like with God. നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണ് ദൈവം മുമ്പാകെ ചെയ്യുന്നത്. We want God to do things our way, in the way that we want him to do it. We're constantly focused on our will that we are not able to see what his will is. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ തീരുമാനിച്ച പോലെ നമ്മൾ ചിന്തിക്കുന്ന പോലെയൊക്കെ ദൈവം ചെയ്തു തരണമെന്നാണ്, മറിച്ച് അതിനപ്പുറത്ത് ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് ഗ്രഹിപ്പാൻ മനസ്സിലാക്കുവാൻ നാം പലപ്പോഴും ശ്രമിക്കാറില്ല. And that's what's happening here. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. The warning that Jesus gives to his disciples is be careful of the yeast of the Pharisees. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, ഈ പരീശന്മാരുടെ പുളിച്ച മാവ് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണമെന്ന്. Very religious.
അവരുടെ മതം എന്നുള്ളത്. They are doing everything that the law said. ന്യായപ്രമാണം അനുസരിച്ച് പറഞ്ഞൊക്കെ അവർ ചെയ്യുന്നുണ്ട്. But their hearts are not near to God. എന്നാൽ അവരുടെ ഹൃദയം ദൈവത്തോട് അകന്നിരിക്കുകയാണ്. They're not seeking out the will of God. ദൈവഹിതം ആരായുവാൻ അവർ ശ്രമിക്കുന്നില്ല. In the previous chapter, in 15 verse 8 and 9, Jesus says that these are a people who honor me with their lips, but their hearts are far away from me. They worship me in vain, and their teachings are merely human rules. 15:8-9 ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. You see that when we are journeying with Jesus, one of the things that God is calling us to do is to constantly ask the question, God, what are you doing in my life? നാം ദൈവത്തോട് നടക്കുമ്പോൾ കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നാം ദൈവത്തോട് ചോദിക്കണം, കർത്താവേ എൻ്റെ ജീവിതത്തിൽ അങ്ങ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുവാൻ നാം തയ്യാറാകണം. Help me to recognize the season and the signs in my life. എൻ്റെ ജീവിതത്തിലെ കാലാവസ്ഥകളെയും അടയാളങ്ങളെയും ഗ്രഹിക്കാനുള്ള ജ്ഞാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. Jesus always wanted the people to go beyond the miracles to actually know him. ദൈവത്തെ അറിയുവാൻ കേവലം അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും അപ്പുറമായി ദൈവത്തെ അറിയണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. You remember in John chapter 6, after the feeding of the 5,000, the crowd came back, but not because they wanted to hear Jesus again, but they came back because they wanted food. നമുക്ക് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം പുരുഷാരം പിന്നെയും യേശുവിന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നത് യേശുവിൽ നിന്ന് കേൾക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് അപ്പം നിന്ന് തൃപ്തരായതുകൊണ്ടാണ്. Are we asking Jesus that question? നാം ആ ചോദ്യം എപ്പോഴെങ്കിലും നമ്മൾ കർത്താവോട് ചോദിക്കാറുണ്ടോ? What are you doing in my life? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? What is it that you want me to see? ഞാൻ എന്ത് കാണണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? I don't want to be blinded by my own ambition and my own will and my own desires. എൻ്റെ ഹൃദയത്തിലെ താല്പര്യങ്ങളും എൻ്റെ മനോഗതികളും എൻ്റെ ചിന്താധാരകളും കൊണ്ട് ഞാൻ അന്ധനായി പോകാൻ പാടില്ല. But Lord, I want to know you. എനിക്ക് കർത്താവേ നിന്നെ അറിയണം. And I want to recognize your voice and what you're doing in the world. കർത്താവേ, ഈ ലോകത്തിൽ വെച്ച് നിന്റെ പ്രവൃത്തി എന്തെന്ന് തിരിച്ചറിയുവാനുള്ളതായ ഒരു കേൾവിശക്തി എനിക്ക് വേണം. Help me see it, Jesus. അത് കാണുവാൻ എന്നെ സഹായിക്കണമേ കർത്താവേ എന്നൊരു പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം. That's an important prayer, isn't it? അതൊരു വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയല്ലേ? Because God has called you and placed you in the country of Bahrain for a very specific reason. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച ഈ ബഹ്റൈൻ പട്ടണത്തിൽ ആക്കി വെച്ചിരിക്കുന്ന പ്രത്യേക ഉദ്ദേശത്തോടെയാണ്. God has placed you in the office or the school or the college or wherever you are. God has placed you there for a very specific purpose. ദൈവം നമ്മെ വിളിച്ച് ആക്കി വെച്ചിരിക്കുന്ന ഓരോ സ്ഥാനത്തും ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ്. Yes, we have our own responsibilities and the burdens of day-to-day life. ദൈനംദിന ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും ഭാരങ്ങളും നമുക്കുണ്ട് എന്നുള്ള വാസ്തവമാണെങ്കിൽ തന്നെ, and we can be like the Pharisees and we can go through the motions and follow the rules that are taught by humans. നമുക്ക് വേണമെങ്കിൽ പരീശന്മാരെ പോലെ ന്യായപ്രമാണം അനുസരിച്ച് മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾക്ക് അനുസരിച്ച് വേണമെങ്കിൽ ആ ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോകുവാൻ കഴിയും. And we can be like them and saying, yes, I've done everything that I need to do, now God should do whatever I want him to do. അവർ പറഞ്ഞ പോലെ ന്യായപ്രമാണം പറഞ്ഞതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഇനിയും കർത്താവിന്റെ ഭാഗം കർത്താവ് ചെയ്യണമെന്ന് വേണമെങ്കിൽ നമുക്ക് ആവശ്യപ്പെടാം. And we come to God with this transactional mentality instead of a heart that is submitting to him and saying, God, what is it that you want to do in my life? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവസന്നിധിയിലേക്ക് പൂർണ്ണ സമർപ്പണത്തോടെ കടന്നു വരുന്നതിന്റെ പകരം നാം പലപ്പോഴും കടന്നു വരുന്ന ഒരു കൊടുക്കൽ വാങ്ങലിന്റെ അനുഭവത്തിലാണ്. And so that's what was happening with the Pharisees. ഈ പരീശന്മാരുടെ ജീവിതത്തിൽ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. And the warning that Jesus gives them is beware of that. അതിനെക്കുറിച്ച് കർത്താവ് നൽകുന്ന മുന്നറിയിപ്പ് അവരെ സൂക്ഷിച്ചുകൊള്ളുക എന്നുള്ളതാണ്. Beware of that. അവരെ സൂക്ഷിച്ചുകൊള്ളുക. You don't need to worry about bread. നിങ്ങൾ അപ്പത്തെ ഓർത്ത് അപ്പത്തിനായിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. You don't need to worry about day to day. ഓരോ ദിവസത്തെ ഭാരം ചൊല്ലി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. But one thing that we need to do is to learn how to, like Jesus said in Matthew, seek his kingdom first. എന്നാൽ നാം പരിശീലിക്കേണ്ട കാര്യം ദൈവരാജ്യം ആദ്യം അന്വേഷിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് നാം മടങ്ങിയവരാണ്. Seek his kingdom first and not be worried about, like Jesus said in Matthew 6, what we should eat or drink or what we'll wear. എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്നുള്ളതിനെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുവാനല്ല, മറിച്ച് ദൈവരാജ്യം അന്വേഷിക്കുവാൻ നാം തയ്യാറാകണം. Because the truth is, when we are near to Jesus, he understands our need and he is compassionate towards our needs. കാര്യം എന്തെന്ന് പറഞ്ഞാൽ നാം കർത്താവിനോട് അടുത്ത് ചെല്ലുമ്പോൾ നമ്മെ നന്നായി അറിയുന്നൊരു കർത്താവാണ്, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന, നമ്മോട് മനസ്സിൽ കാണിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നതും അടുത്ത് ചെല്ലുന്നതും. 3 days with Jesus. ഈ 3 ദിവസം ഈ പുരുഷാരം കർത്താവിന്റെ കൂടെ ആയിരുന്നു. They are spending time with him.
കർത്താവിനോട് കൂടെ സമയം ചെലവഴിച്ചവരായിരുന്നു. What was it like? അത് എങ്ങനെയായിരിക്കും? I believe it was Jesus just getting to know them, and they were having conversations, getting to know families. There was a lot of those kind of moments. 3 ദിവസം എന്ന് പറയുമ്പോൾ പരസ്പരം അടുത്തറിയാനും അന്യോന്യം കാര്യങ്ങൾ ഗ്രഹിക്കാനും പരിചയപ്പെടുത്താനും ഒക്കെ യേശു കർത്താവ് അവരുമായിട്ട് നിരന്തരമായി സമ്പർക്കം പുലർത്തിക്കൊണ്ടിരുന്ന 3 ദിവസങ്ങളായിരുന്നു. But at the end of those 3 days, Jesus' heart was filled with compassion towards them. ആ 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ പുരുഷാരത്തെ ചൊല്ലി കർത്താവിന്റെ ഹൃദയത്തിൽ വലിയ ഭാരമുണ്ടാകുകയാണ്. They didn't have to go and beseech him saying, Jesus, we have been here for 3 days, don't you care about us? No, they didn't have to tell him all that. ഒരിക്കലും അവർക്ക് ഇങ്ങനെ പറയേണ്ടി വന്നില്ല, കർത്താവേ ഞങ്ങൾ 3 ദിവസമായി നിന്നോട് ഇരിക്കുന്നു, ഞങ്ങളെക്കുറിച്ച് നിനക്ക് വിചാരമില്ലേ എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. Right? But Jesus had compassion on them. എന്നാൽ കർത്താവിന് അവരുടെ മനസ്സിൽ തോന്നി. And he said, let's do this. എന്നിട്ട് കർത്താവ് പറയാണ് ഇങ്ങനെ ചെയ്യുക എന്നുള്ളത്. Let's feed them. And he fed them. കർത്താവ് പറയാണ് ഇവർക്ക് ആഹാരം കൊടുക്കണം, അപ്പം കൊടുക്കണം. ആ കർത്താവ് അവർക്ക് അപ്പം കൊടുക്കുകയും ചെയ്തു. When we are near to Jesus, Jesus has compassion on us. He is also very well aware of our needs. നാം കർത്താവിനോട് അടുത്തിരിക്കുമ്പോൾ നമ്മെ അറിയുന്ന കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും അറിയുന്ന കർത്താവാണ്. But then Jesus is calling us to move beyond just the miracles and trying to look for him to show up and do something big in our lives, to actually getting to know him. എന്നാൽ അങ്ങനെ അടുത്തിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ട് കർത്താവിനെ മനസ്സിലാക്കുക എന്നുള്ളതിന് അപ്പുറമായി കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കുവാൻ നാം പരിശ്രമിക്കണം. How do we understand the things that Jesus did? യേശു കർത്താവ് ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്? If we just look at Jesus as a healer and a great teacher, then we are no different from anybody else, isn't it? നാമും കർത്താവിനെ ഒരു സൗഖ്യദായകനായിട്ട് ഒരു വലിയ ഗുരുവായിട്ട് മാത്രം കാണുകയാണെങ്കിൽ ലോകത്തിലെ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കൊന്നും പറയാനില്ല. But have we taken the time to look at the things that Jesus has done to see that these are signs that are pointing to who Jesus is? എന്നാൽ അതിനപ്പുറമായി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ചില കാര്യങ്ങളെ ഓർത്തിട്ട് ഇതൊക്കെ അവൻ ആരാണെന്ന് മനസ്സിലാക്കുവാൻ പാകത്തിൽ അടയാളങ്ങളായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? He healed them. അവൻ അവരെ സൗഖ്യമാക്കി എന്നുള്ളത് ശരിയാണ്. He delivered them. അവരെ വിടുവിച്ചു എന്നുള്ളത് വാസ്തവമാണ്. He provided for them. അവർക്ക് വേണ്ടി കരുതി എന്നുള്ളത് ശരിയാണ്. He loved them. അവരെ സ്നേഹിച്ചു എന്നുള്ളത് ശരിയാണ്. He had compassion on them. അവരോട് മനസ്സിലാക്കി കാണിച്ചു എന്നുള്ളത് ശരിയാണ്. And he still hasn't changed. ഇപ്പോഴും കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും, മാറ്റമൊന്നുമില്ല. But the biggest sign that Jesus wants us to see, like he told, the one sign that I'm going to give, that's going to be the sign from heaven, is the sign of Jonah. ആ കർത്താവ് പറയാണ് ഞാൻ ഇനി അവശേഷിച്ച ഒരേ ഒരു അടയാളമേ ഉള്ളൂ, അത് യോനായുടെ അടയാളമാണ്. That just as Jonah was in the belly of the fish for 3 days and 3 nights, he too will be buried. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, മത്സ്യത്തിന്റെ വയറ്റിൽ 3 ദിവസം യോന ആയിരുന്നത് പോലെ മനുഷ്യപുത്രനുമാകും എന്ന ഒരു അടയാളം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നൽകുവാൻ പോകുന്നത്. And he will rise again. അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. The death and the resurrection of Jesus is the biggest sign, the ultimate sign from heaven that Jesus is who he said he is. യേശു കർത്താവ് ആരാണെന്ന് ഗ്രഹിക്കുക എന്നുള്ള ഏറ്റവും വലിയ അടയാളം ഈ ഭൂമിയിൽ അവൻ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ഏറ്റവും വലിയ അടയാളം കർത്താവിനെ മനസ്സിലാക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. It is at the cross that Jesus healed us. കർത്താവ് ക്രൂശാണ് നമുക്ക് സൗഖ്യം നൽകുന്നത്. It is at the cross that Jesus provided for us. ആ ക്രൂശിലാണ് നമുക്ക് വേണ്ടി കർത്താവ് കരുതിയത്. It is at the cross that Jesus delivered us. നമ്മെ വിടുവിച്ചതും കർത്താവ് ക്രൂശിലാണ്. It is at the cross that Jesus opened our eyes. നമ്മുടെ കണ്ണുകളെ തുറന്നതും ക്രൂശിലാണ്. That opened our eyes from the life that we were living to a life that we were called to live. നാം ജീവിച്ചു പോകുന്ന അന്ധകാരത്തെ കാണുവാൻ, നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നിത്യതയെ കാണുവാൻ കണ്ണുകളെ തുറന്നത് ക്രൂശിലാണ്. It is at the cross that Jesus made a way for us. നമുക്ക് വേണ്ടി ജീവനുള്ള പുതുവഴി തുറന്നതും ക്രൂശിലാണ്. For us to be forgiven. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടത് ക്രൂശിലാണ്. For us to be made right with him. നാം ദൈവത്തോട് നമ്മെ നിരപ്പാക്കിയത് ക്രൂശാണ്. For us to be called his children. നമ്മെ ദൈവമക്കളാക്കി തീർത്തത് ക്രൂശാണ്. For his glory to be revealed in us. നമ്മിൽ കൂടെ തന്നെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഇടയാകുന്നത് ക്രൂശിൽ കൂടെയാണ്. The cross shows us that even when we've had failures and disappointments and unanswered prayer in our life, ക്രൂശ് നമ്മോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നാം യോഗ്യരല്ലാതിരിക്കെ, നമ്മുടെ പല പ്രാർത്ഥനകൾക്കും മറുപടി ലഭിക്കാതിരിക്കെ, he has not changed. അവന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. It is the cross is still the place that he has provided for us. നമുക്ക് വേണ്ടി കരുതിയ കുരിശ് ഇന്നും അത് തന്നെയാണ്. If we don't keep our eyes on the cross of Jesus, നമ്മുടെ ദൃഷ്ടികൾ കർത്താവിന്റെ ക്രൂശിൽ പതിപ്പിച്ചില്ല എങ്കിൽ, then we are constantly looking for experiences, new experiences and new miracles to
to build up and fuel our faith. അങ്ങനെയെങ്കിൽ നാം ഇന്നും ഓരോ ദിവസവും പുതിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ലഭിച്ചിട്ട് ക്രിസ്തുവിൽ പണിയപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. We have seen many such instances in our journey with people. നാം അനേക മനുഷ്യരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. And it is difficult. I understand the challenges and the struggles with that. അങ്ങനെ ഒരു യാത്രയിൽ നാം അനുഭവിക്കുന്ന വെല്ലുവിളികൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. I have seen personally many friends who have walked away from the faith because of some breakthrough that they were expecting. It didn't come the way they wanted to. അനേക പ്രിയപ്പെട്ടവർ കർത്താവിനെ വിട്ടു പോയതിന്റെ കാരണം അവർ പ്രതീക്ഷിച്ച ചില വലിയ നന്മകളോ അത്ഭുതങ്ങളോ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാഞ്ഞതുകൊണ്ട് കർത്താവിനുള്ള ഭക്തി വിട്ടുപോയവരെ കാണാൻ കഴിയും. They came into the faith seeing a miracle. ഒരു അത്ഭുതം അടയാളം കണ്ടിട്ടാണ് അവർ വിശ്വാസത്തിലേക്ക് വന്നത്. They came into the faith seeing a sign. ഒരു അടയാളം കണ്ടിട്ടാണ് അവർ വിശ്വാസത്തിലേക്ക് വന്നത്. But somehow the sign themselves, the sign itself cannot sustain. എന്നാൽ അവർ കണ്ട അനുഭവിച്ച അടയാളം അത്ഭുതങ്ങളും അവരെ നിലനിർത്താൻ പര്യാപ്തമായിരുന്നില്ല. We need to go to the person the sign is pointing to. എന്നാൽ ആ അടയാളം ആരെ ചൂണ്ടിക്കാണിക്കുന്നോ ആ വ്യക്തിയുമായി ചേർന്നാണ് നടക്കേണ്ടിയിരുന്നത്. Is that right? Yeah. Now, how many of us, we look at the signboard of a restaurant. We don't just stand in front of the signboard and are satisfied. No, we have to go to the place that it's pointing to. നമ്മൾ ആരും തന്നെ ഒരു നല്ല റെസ്റ്റോറന്റ് ഫ്രണ്ടിൽ പോയി അതിന്റെ സൈൻ ബോർഡ് കണ്ടിട്ട് അവിടെ നിൽക്കുകയില്ല, മറിച്ച് അതിനുള്ളിലേക്ക് കടന്നെങ്കിലേ നമ്മുടെ വയറ് നിറയുകയുള്ളൂ. And that is what each and every sign in our life is pointing to Jesus and what he has done for us. അതാണ് നമ്മുടെ ജീവിതത്തിലെ കർത്താവ് ചെയ്ത നന്മകളെ ഓരോന്നോർത്ത് അതെല്ലാം ഓരോ അടയാളങ്ങളാണ് കർത്താവിലേക്ക് നമ്മെ നയിക്കുവാൻ. So if we don't meditate on the cross of Jesus and what he has done for us through the cross, എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിനെ ക്രൂശിനെ ധ്യാനിക്കാതെ ക്രൂശിൽ അവൻ നമുക്കൊണ്ട് ചെയ്ത കാര്യങ്ങൾ ധ്യാനിക്കാതെ then we will constantly be asking for more and more and more. അങ്ങനെയാണെങ്കിൽ പിന്നെയും നമ്മൾ ഓരോ ദിവസവും പിന്നെയും പുതിയ അനുഭവങ്ങൾ പുതിയ എക്സ്പീരിയൻസ് കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. There are many people who I've heard who said if God will just do this one thing then I will never doubt him for the rest of my life. ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, കർത്താവ് ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ചെയ്തു എന്നാൽ ഇനി ഒരിക്കലും ഞാൻ കർത്താവിനെ സംശയിക്കുകയില്ല എന്ന്. I've also done that. ഞാനും ദൈവദാസനും ചിലപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്. Just do this one thing then I'll never ever doubt you. ഈ ഒരു കാര്യം എനിക്ക് ചെയ്തു തന്നാൽ ഒരിക്കലും ഞാൻ നിന്നെ സംശയിക്കുകയില്ല. But the truth is no matter how many things God does for us, the experiences and the signs and the miracles are not meant to sustain our faith. They're just meant to point us to the author of our faith. എന്നാൽ ഇങ്ങനെ ഓരോ തവണയും കർത്താവ് എത്ര അടയാളങ്ങൾ ചെയ്താലും ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒന്നും നമ്മെ ക്രിസ്തുവിൽ നിലനിർത്തുകയില്ല. ഇതൊക്കെ വെറും അടയാളങ്ങൾ, കൈചൂണ്ടികൾ മാത്രമാണ് കർത്താവിലേക്ക് നമ്മൾ നയിക്കുന്നത്. Are you getting what I'm saying? That's what happened to the people of Israel. You see Israel's history, they had so many signs and wonders performed among them. കർത്താവ് നമുക്കറിയാം ഇസ്രായേൽ മക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ എത്രയോ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. If we saw a Red Sea part, I'm sure many of us will think now that I will never doubt again. I'll never doubt God again for the rest of my life. ഒരുപക്ഷെ നമ്മൾ ചിലരായിരുന്നു ഈ ചെങ്കടലിൽ വിഭാഗിച്ചത് കണ്ടിരുന്നുവെങ്കിൽ നാം തീർച്ചയായിട്ടും പറഞ്ഞാൽ ഇനി ഒരിക്കലും ഞാൻ കർത്താവിനെ സംശയിക്കുകയില്ല എന്ന്. But we see how the people of Israel, they crossed the Red Sea, they parted and they crossed the Red Sea, but then they went through a tough time of having no food and water, and they began to doubt God and even began to rebel against God. നമുക്കറിയാം ചെങ്കടൽ കടന്നക്കരയെത്തിയ ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ പിന്നെയും ഈ ദൈവത്തെ സംശയിക്കുകയും ദൈവത്തിന് വിരോധമായി പിറുപിറുക്കുകയും ചെയ്താൽ നമുക്ക് കാണുന്നുണ്ട്. So what will sustain our faith? അതുകൊണ്ട് തന്നെ ചിന്തിക്കണം, എന്താണ് നമ്മുടെ വിശ്വാസത്തെ താങ്ങി നിർത്തുന്നത്? Is asking Jesus, show me who you are and help me to know you and understand you. കർത്താവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ, കർത്താവേ അവിടുത്തെ മനസ്സിലാക്കുവാൻ അവിടുത്തെ അറിയുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന്. Jesus calls us to embrace a relationship with him. കർത്താവ് നമ്മെ വിളിക്കുന്നത് താനുമായിട്ട് ഊഷ്മള ബന്ധത്തിൽ ഏർപ്പെടുവാൻ വേണ്ടിയാണ്. He's calling you to follow the signs and then to step into a new relationship with him. കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ കണ്ട അടയാളങ്ങൾ വെച്ച് എന്നെ പിന്നാലെ വന്ന് ഞാനുമായി ഒരു പുതിയ ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. To let go of the old and to embrace the new life that you and I are given in him. നമ്മുടെ ജീവിതത്തിലുള്ള പഴയ അനുഭവങ്ങളെയൊക്കെ ത്യജിച്ചിട്ട് ഒരു പുതിയ അനുഭവത്തിൽ കർത്താവുമായി ചേർന്ന് നിൽക്കുന്ന അനുഭവം ഉണ്ടാകുകയാണ്. The signs are there. അടയാളങ്ങൾ അവിടെ ഉണ്ട്. They can only point. അതെല്ലാം നമ്മെ ക്രിസ്തുവിലേക്ക് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ്. But we have to now take that walk and follow and go to Jesus. എന്നാൽ നാമാണ് വിശ്വാസത്തിന്റെ ചൂട് വിളിച്ച് കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലേണ്ടത്. In the process of moving towards him, there are things that we need to let go of. നാം കർത്താവിന്റെ അടുക്കിലേക്ക് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുകളയേണ്ടതും ആവശ്യമാണ്. But that is part of the new life that he is calling you and I into. കർത്താവ് നമ്മെ വിളിക്കുന്ന പുതിയ ജീവന്റെ അനുഭവത്തിൽ ഇങ്ങനെ ചില കൊഴിച്ചിലുകൾ ആവശ്യമാണ്. He has forgiven us.
നമ്മോട് അവൻ ക്ഷമിച്ചുവെങ്കിൽ, so that we can step into a life of forgiveness. നമുക്ക് ക്ഷമയുടെ ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയും. He has made us righteous, നമ്മെ നീതിമാന്മാരാക്കി തീർത്തെങ്കിൽ, so that we can now step into a life that is being lived in a righteous way. നീതിയിൽ നടക്കുന്ന അഭ്യസനം ചെയ്യുന്ന ഒരു ജീവിതത്തിലേക്ക് നമുക്ക് നടക്കുവാൻ കഴിയും. He has shown his greatness, അവന്റെ വലിപ്പം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയെങ്കിൽ, and he's calling us into a life of seeing his greatness and then living out a life that is proclaiming his greatness. അവൻ നമ്മെ അവന്റെ മഹത്വം വെളിപ്പെടുത്തിയെങ്കിൽ നാം അവനോട് ചേർന്ന് നടന്ന് അവന്റെ മഹത്വം നമ്മിൽ വെളിപ്പെടുകയും നമ്മിൽ കൂടെ മറ്റുള്ളവരിലേക്ക് ദൈവമഹത്വം വെളിപ്പെടുവാനും ഇടയായി തീരുന്ന നിലയിൽ ജീവിക്കണം. The warning that Jesus gives, യേശു കർത്താവ് നൽകുന്ന മുന്നറിയിപ്പ്, be very careful of getting settled with tradition. ഈ പാരമ്പര്യത്തിൽ കുടുങ്ങി പോകരുത് എന്ന് കർത്താവ് നമ്മെ മുന്നറിയിപ്പ് നൽകുകയാണ്. Move beyond tradition to the person of Jesus Christ. പാരമ്പര്യത്തിന് അതീതമായി യേശുക്രിസ്തു എന്ന വ്യക്തിയിലേക്ക് നാം അടുത്ത് ചെല്ലേണ്ടത് ആവശ്യമാണ്. Many people think that Jesus is someone who gives us a lot of gifts, and if it's not Jesus, I can go somewhere else and get it. ചിലർ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, യേശു കർത്താവിന്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഈ നന്മകളും സമ്മാനങ്ങളൊക്കെ നൽകണം, യേശു തന്നില്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും പോയി ഇതൊക്കെ പ്രാപിക്കും. But Jesus calls us to living a true life in him, എന്നാൽ കർത്താവ് നമ്മെ വിളിക്കുന്നത് തന്നിൽ ഒരു സത്യമായ ജീവിതം നയിക്കാൻ വേണ്ടിയാണ്, where we are fulfilling his purposes through our life, നമ്മുടെ ജീവിതത്തിൽ കൂടെ കർത്താവിന്റെ ഹിതം നിറവേറ്റുമ്പോൾ, where we can reconcile with our neighbors and with the people that have hurt us, നമ്മുടെ ജീവിതത്തിൽ നമ്മെ മുറിപ്പെടുത്തിയവരുമായി നമുക്ക് സമരസപ്പെട്ടു വരടിയായി തീരും, where our homes will continue to become more and more healthy, നമ്മുടെ ഭവനാന്തരീക്ഷം കൂടുതൽ ആരോഗ്യപ്രദമായി തീരാനിടയായി തീരും, where our lives will become more and more like Jesus, നമ്മുടെ ജീവിതം കർത്താവിനോട് ഓരോ ദിവസം കഴിയുന്നതോറും അനുരൂപമായി തീരുവാനിടയാകും, and by extension our communities and even our country will become more and more the way Jesus intends it to be. അത് ഒരു കുടുംബത്തിൽ നിന്നും സമൂഹത്തിലേക്ക്, സമൂഹത്തിൽ നിന്നും ദേശങ്ങളിലേക്ക് വ്യാപരിച്ചിട്ട് കർത്താവ് ആഗ്രഹിച്ച നിലയിലേക്ക് നമുക്കായി തീരുവാനിടയായി തീരും. It begins with one prayer. അത് ഇതെല്ലാം തുടക്കം ഒരൊറ്റ പ്രാർത്ഥനയിൽ നിന്നാണ്. Jesus, I don't want to get settled with tradition. കർത്താവേ, എനിക്ക് ഈ പാരമ്പര്യത്തിൽ കുടുങ്ങി നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I don't want to get caught up with everything that the world around me is caught up with. ഈ ലോകത്തിന്റെ കണ്ണിൽ പെട്ട് കുടുങ്ങി കിടക്കുന്നതിലൊന്നും കുടുങ്ങി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. There are many things around me that can distract me. ഈ ലോകത്തിൽ എന്റെ ശ്രദ്ധയെ പതറിപ്പിക്കുന്ന അനേക കാര്യങ്ങൾ എനിക്ക് ചുറ്റുമുണ്ട്. But in the middle of all the noise, എന്നാൽ ഈ ശബ്ദങ്ങളുടെ എല്ലാം നടുവിൽ I want to put it all away. അതെല്ലാം ഒരു വശത്തേക്ക് തള്ളി മാറ്റിയിട്ട് I want to quieten my heart, എന്റെ ഹൃദയത്തിൽ ശാന്തമായി and I want to know you, Jesus. നിന്നെ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന I want to കർത്താവേ, hear your voice. ഇന്ന് രാത്രി ആ ശബ്ദം കേൾക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. I want to recognize what you are doing in this world. കർത്താവേ, ലോകത്തിൽ നീ ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ എനിക്ക് കഴിവുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. Let's take a moment to pray.